സ്തോത്രം. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യവുമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്നേഹവന്ദനം. പ്രാർത്ഥന കൂടാതെ ആരംഭിക്കുന്ന ഒരു ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കയില്ല. പ്രാർത്ഥനയില്ലാത്ത ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം ശക്തിരഹിതമായിരിക്കും. പിശാച് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവനെ പരാജയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. സുവിശേഷ ഗ്രന്ഥങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് യേശു എത്രമാത്രം പ്രാധാന്യത കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: അതികാലത്ത് ഇരുട്ടോടെ അവിടുന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു ജീവിതചര്യയായിരുന്നു പ്രാർത്ഥന എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കാം. ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഉളവായേക്കാം: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നോ എന്നുള്ളത്. അത് ഒരു പക്ഷേ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ധാരണയിൽ നിന്നും ഉണ്ടായ ചോദ്യമായിരിക്കാം. പ്രാർത്ഥന എന്നത് കേവലം നമ്മുടെ കുറേ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാനുള്ളൊരു മാധ്യമം മാത്രമല്ല. പ്രാർത്ഥനയുടെ പൊതുതത്വം നാം നോക്കിയാൽ പ്രാർത്ഥന എന്നത് ദൈവത്തോടു കൂടെയുള്ള സമയം ചിലവഴിക്കലാണ്. അത് കേവലം യാചനയല്ല. പ്രാർത്ഥനയിൽ യാചനയുണ്ട് എന്നു വരികിലും പ്രാർത്ഥന യാചനയല്ല. പ്രാർത്ഥന എന്നത് ദൈവത്തോടു കൂടെയുള്ള സമയം ചിലവഴിക്കലാണ്. അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, അത് സൂര്യപ്രകാശം ഈ ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിനോടുകൂടെ സമയം ചിലവഴിച്ചിരുന്നു എന്നത് ഒരു ക്രിസ്തു ശിഷ്യനോടുള്ള ബന്ധത്തിൽ അനുകരിക്കുവാൻ പറ്റിയ നല്ല ഒരു പാഠമാണ്. സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് അടിക്കുന്നതിന് മുൻപ് നീതിസൂര്യനായ കർത്താവിൻ്റെ പ്രകാശത്തിൽ നാം ഒരു ദിവസം ആരംഭിച്ചാൽ ആ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ചുരുക്കി പറയട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുത്തെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രാധാന്യത കൊടുത്തിരുന്നു എന്നുള്ളതിനാൽ യേശുക്രിസ്തു ഒരിക്കൽ പറയുകയുണ്ടായല്ലോ: ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. അതെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വളരെ പ്രാധാന്യത കൊടുക്കുക എന്നത് നമുക്ക് ഏറ്റവും അനുകരിക്കുവാൻ പറ്റിയ നല്ലൊരു മാതൃകയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ശിഷ്യന്മാരും അതേ വിധത്തിൽ പിൽക്കാലത്ത് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യത കൊടുത്തിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നാം വായിക്കുന്നു. ആകയാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യരെന്ന നിലയിൽ നമുക്കും പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രാധാന്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓരോ ദിവസവും ആരംഭിക്കുന്നത് ദൈവത്തോടു കൂടെ സമയം ചിലവഴിച്ചതിന് ശേഷം മാത്രമായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.